കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തലസ്ഥാനത്ത് LDF പ്രതിഷേധം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. ആ വാർത്ത പുറത്തു വന്ന ദിവസം മുതൽ ഈ കേരളത്തിന്റെ വിവിധ തെരുവുകളിലും പരിശോധന നടന്ന സ്ഥലങ്ങളിലും ഒരു ആഹ്വാനവുമില്ലാതെ ഒഴുകിയിറങ്ങിയ ജനതയെ നമ്മൾ കണ്ടു. വൈകുന്നേരമായപ്പോഴേക്കും തമിഴകത്തിന്റെ സ്റ്റാലിനും തേജസ്വിയാദവും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ജനാധിപത്യ വേട്ടയ്ക്കെതിരായ ശക്തമായ VV അരുൺ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എത്ര നേരമായി പ്രതിഷേധം തുടങ്ങിയിട്ട്? സ്വാഭാവികമായിരുന്നു, കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങിയ പ്രതിഷേധമാണ്, അത് വീണ്ടും ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും വർദ്ധിക്കുകയാണ്. എന്താണ് പറയുന്നത്? മോദി ED VD കൂട്ടുകെട്ടിന്റെ വേട്ടയാടലിന് പിണറായിയെ വിട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടതുമുന്നണിയുടെ പ്രതിഷേധ പ്രകടനമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വവും അടക്കമുള്ള മുന്നണിയുടെ പ്രധാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് നയിച്ച ജാഥയാണിപ്പോൾ പ്രകടനമാണിപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ് മുൻപിൽ എത്തിയിരിക്കുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നൂറുകണക്കിന് ഇടതുമുന്നണി പ്രവർത്തകർ പങ്കെടുക്കുന്ന മാർച്ച് ആരംഭിച്ചത്. അത് ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. നരേന്ദ്രമോദിയും VD സതീശനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് പിണറായിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് ഇടതുമുന്നണി ഉയർത്തുന്നത്. ഇടതുമുന്നണി നേരത്തെ തന്നെ ഈ വിഷയം രാഷ്ട്രീയ വേട്ടയാടലാണ്, പിണറായിക്കെതിരെയുള്ളത് രാഷ്ട്രീയ വേട്ടയാടലാണ്, അതിൽ കോൺഗ്രസും BJPക്കൊപ്പം നിൽക്കുന്നുവെന്ന ആരോപണമാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ മൗനവും ദുരൂഹമെന്ന് CPMഉം ഇടതുമുന്നണിയും പറയുന്നു. ഇതുവരെ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരമാക്കി മാറ്റാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണി പ്രവർത്തകർ തരത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായി മാറ്റാനും ആലോചനയും തീരുമാനവുമുണ്ട്. കാരണം വീണ വിജയനെതിരെയുള്ള ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ വീണ വിജയനിൽ നീങ്ങില്ല, അത് പിണറായി വിജയൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് CPMന്റെ ആശങ്കയും വിലയിരുത്തലും. അതുകൊണ്ടാണ് വലിയൊരു പ്രക്ഷോഭമാക്കി, ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഇത് മാറ്റാൻ CPM തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ ഈ മാർച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശരി, രാജ്യസഭാ അംഗം A റഹീമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡി VD ED തമ്മിലുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്, വിട്ടുതരില്ല പിണറായി വിജയൻ എന്നുള്ളതാണ് നടത്തുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് വിരോധമാണ് നിലവിൽ ഇടതുപക്ഷ നേതാക്കൾ നടത്തുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.